അദ്ദേഹം പറട്ടെ അദ്ദേഹത്തെ കൊടുക്കേ ഇന്ന് എന്നെ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കാൻ സമ്മതിക്കാത്തത് ഇന്ന് പറഞ്ഞു ബഹുമാനിച്ചതല്ലേ ഇന്ന് പറഞ്ഞു അല്ല എനിക്ക് എഴുന്നേറ്റ് അത് ശരി ആദ്യം പറയണ്ടേ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് നേരത്തെ സ്വഹാബി ആ ഒരു മരത്തിന് പകരം നമുക്കൊരു മരം തരുമോന്നുള്ളത് ചോദിച്ചപ്പോ അത് ഇലാഹിന് തുല്യമായ ഒന്നിനെ തരുമോന്നാണ് നിങ്ങൾ ചോദിച്ചതെന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം ഷാമാണെന്ന് എൻ്റെ ഓർമ്മ. അന്നത്തെ വൈദൂരം അനുസരിച്ച് 2 മാസം അപ്പുറത്തുള്ള 2 മാസം സഞ്ചരിച്ചാൽ എത്തുന്ന ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് അവരുടെ സിംഹാസനം എനിക്ക് ആരാണ് എത്തിച്ചേരുക എന്ന് അവിടെയുള്ള ഹാളിറായ ജിന്ന് മനുഷ്യവർഗത്തിനോട് ചോദിച്ചപ്പോൾ ജിന്നിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആ സ്ഥലത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, അഥവാ ഉച്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, അതിന് മുമ്പ് ഞാൻ എത്തിച്ചേരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും ചോദ്യം രണ്ടാമത് ആവർത്തിച്ചപ്പോൾ ഇൽമുള്ള ഒരാള് ഞാൻ നിങ്ങളുടെ കണ്ണുപൂട്ടി തുറക്കുന്നതിന് മുമ്പ് എത്തിച്ചേരാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 മാസത്തിന് അപ്പുറത്തുള്ള ഒരു വസ്തു എത്തിക്കുക എന്നുള്ളത് അതും ഇലാഹിന് തുല്യമായ ഒരു ചോദ്യം ഇപ്പോഴുള്ള ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റും, അതും അബോധികമായ കാര്യമല്ലേ? എങ്ങനെയാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം ശിർക്ക് ചെയ്ത ആളാണെന്ന് നിങ്ങൾ വാദിക്കുന്നത്? അല്ല. അൽഹംദുലില്ലാഹ്, നല്ല ചോദ്യം. അല്ലെങ്കിൽ എപ്പോഴും മർമ്മത്തിലേക്ക് വരുന്നുണ്ട്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടില്ല, അബൗദികമായ കാര്യം തേടിയിട്ടുമില്ല, അബൗദികമായ കാര്യം ഉണ്ടായിട്ടുമില്ല. അൽഹംദുലില്ലാഹ്, ഖൈർ. നമുക്ക് ഇതന്നെ വരേണ്ടത്. അവിടെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ കൊണ്ടുവരാം, അതന്നെയാണ് വ്യത്യാസം. അതാണ് വ്യത്യാസം. قال إفريت من الجن أنا آتيك به قبل أن تقوم من مقامك. സൂറത്തുൽ നംലിലാണ് ആ വചനമുള്ളത്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യങ്ങൾ മനുഷ്യന്മാർ മാത്രമല്ല, പിശാചുക്കൾ, ജിന്നുകൾ, അതേപോലെ പക്ഷികൾ, മൃഗങ്ങൾ, കാറ്റുകൾ, ഇതെല്ലാം സുലൈമാൻ നബിയുടെ സൈന്യമാണ്. ആ സൈന്യത്തെ മൊത്തം വിളിച്ചു കൂട്ടിയിട്ട് സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുകയാണ്, അയ്യുക്കും യഅ്തീനി ബി അർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. ഹുദ്ഹുദ് എന്ന മരംകുത്തിയെ കാണാതായി സൈന്യത്തിൽ. അപ്പൊ അന്വേഷിച്ചു ഹുദ്ഹുദ് എവിടെ പോയി, കാരണം പെർമിഷൻ വാങ്ങാതെ പോകാൻ പാടില്ല എന്നാണ്. അത് അഭൗതികാണോ? അല്ല, മരംകുത്തി പോണതും വരുന്നതൊക്കെ ഭൗതികമാണ്. ആ മരംകുത്തിക്ക് പോകണമെങ്കിൽ സുലൈമാൻ നബിക്ക് പെർമിഷൻ കൊടുക്കണം. അതാണ് സുലൈമാൻ നബിയുടെ സവിശേഷത. അങ്ങനെ പെർമിഷൻ ഇല്ലാതെ പോയി. പിന്നെ വന്നപ്പോൾ അന്വേഷിച്ചു എന്താണ് പ്രശ്നം. അപ്പൊ മരംകുത്തി പറഞ്ഞു, ഞാനിങ്ങനെ സബയിൽ നിന്നാണ് വരുന്നത്, ബിനബഇൻ യഖീൻ, ഉറപ്പുള്ള വാർത്തയുമായാണ്. സബയിൽ ഒരു രാജ്ഞിയുണ്ട്, അവൾ സൂര്യനെ ആരാധിക്കുന്നു, അവൾക്ക് കുറെ അനുയായികളുമുണ്ട്, അത് ഞാൻ അവിടെ കണ്ടു, ആ വിവരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് പ്രബോധനവുമായി വീണ്ടും നിയോഗിക്കുന്നു, കത്തയക്കുന്നു. കത്തയച്ചിട്ട് പറയുന്നു, ഇസ്ലാം സ്വീകരിച്ചു സൂര്യനെ ആരാധിക്കാൻ പാടില്ല, സൂര്യന്റെ സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞു. വിവരം കൊടുത്തയക്കുന്നു. ആ രാജ്ഞി തന്റെ സൈന്യങ്ങളുമായി കൂടിയാലോചിക്കുന്നു. അവസാനം അവർ തീരുമാനിക്കുന്നു, ശരി, നമുക്ക് ഇസ്ലാം സ്വീകരിച്ച് സുലൈമാൻ നബിയുടെ കൂടെ പോയി കൂടാം. ഈ വാർത്ത മരംകുത്തി വന്നു സുലൈമാൻ നബിക്ക് വിവരം കൊടുക്കുന്നു, അവർ മുസ്ലിമായി വരാൻ സന്നദ്ധരായിട്ടുണ്ട്. അപ്പൊ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തെ വിളിച്ചുകൂട്ടി ചോദിക്കുന്നു, അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, ആ ബൽഖീസിന്റെ, ആ രാജ്ഞിയുടെ സിംഹാസനം നിങ്ങൾ ആര് കൊണ്ടുതരും എനിക്ക്, ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ, അവർ മുസ്ലിമായി ഇവിടെ വരുന്നതിന് മുമ്പ്. അവർ മുസ്ലിമായി ഇവിടെ വരുന്നതിന് മുമ്പ് ആരാണ് ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരിക എന്നാണ് ചോദ്യം. അത് സഹായത്തേട്ടമല്ല, അത് പ്രാർത്ഥനയല്ല. കാരണം സുലൈമാൻ നബിയുടെ കീഴിലെ സൈന്യങ്ങളാണ് അവരൊക്കെ. സുലൈമാൻ നബി അവിടുത്തെ ഭരണാധികാരി, സുലൈമാൻ നബിയുടെ സൈന്യങ്ങളാണ് ജിന്നും ശൈത്താനും കാറ്റും അതേപോലെ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും അടങ്ങുന്ന സൈനിക വ്യൂഹം. അപ്പൊ ഒരു ഭരണാധികാരി തങ്ങളുടെ സൈന്യത്തിനോട് പ്രാർത്ഥിച്ചു സഹായം തേടി ആരും പറയില്ല, അത് ഓർഡർ എടുക്കുക ചെയ്യാം, കൽപ്പിക്കാൻ ഓർഡർ, ഉത്തരവാണ്. അതല്ലെങ്കിൽ തഫ്സീർ റാസിലൊക്കെ പറഞ്ഞതുപോലെ ഇന്നമാ അറാദ സുലൈമാനു ഇദ്ഹാറ മുഅ്ജിസത്തിൻ ഫതഹദ്ദാഹും അവ്വല, ഒരു തഹദ്ദിയാണ്, ഒരു വെല്ലുവിളിയാണ്, ഒരു വെല്ലുവിളി നടത്തി. മുഅ്ജിസത്ത് പ്രകടമാകുന്നതിന്റെ മുന്നോടിയായി ഒരു വെല്ലുവിളി അദ്ദേഹം നടത്തിയതാണ്, ആർക്കാ കൊണ്ടുവരാൻ കഴിയുക. അപ്പോഴാണ് ജിന്നു പറഞ്ഞത്, ഖാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്നിൽപ്പെട്ട ഒരു മല്ലൻ പറഞ്ഞു, അന ആതീക ബിഹി, ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാം, ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, താങ്കളുടെ ഈ സദസ്സിൽ നിന്ന് താങ്കൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ്. സുലൈമാൻ നബിയുടെ സദസ്സിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരാം. അഥവാ
സുലൈമാൻ നബിയുടെ രാജസദസ്സിന്റെ സ്ഥിരം ഷെഡ്യൂൾ പ്രകാരം സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ വന്നിരിക്കും പ്രജകളുടെ പരാതികൾ കേൾക്കാനും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ. ആ ഇരുത്തം, ആ രാജസദസ്സ് ഉച്ചവരെ ഉണ്ടാകും. ഉച്ചക്ക് ആ സദസ്സ് പിരിയും. പിന്നീട് അദ്ദേഹം തന്റെ മറ്റു ഭരണകാര്യങ്ങളിലേക്ക്, ആരാധനാ കാര്യങ്ങളിലേക്കെല്ലാം അദ്ദേഹം തിരിയും. അതായിരുന്നു സുലൈമാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദിനചര്യ. അപ്പൊ അത്തരം സദസ്സിലാണ് ഈ ചോദ്യം. അപ്പോഴാണ് പറയുന്നത്, താങ്കൾ ഈ സദസ്സിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുതരാം. എങ്ങനെ കൊണ്ടുതരാം? അഭൗതികമായിട്ടാണോ, കാരണങ്ങൾക്കപ്പുറത്താണോ? അല്ല. പിന്നെ വഇന്നീ അലൈഹി ലഖവിയ്യുൻ, ജിന്ന് പറയാ വഇന്നീ, തീർച്ചയായും ഞാൻ അലൈഹി, അത് കൊണ്ടുവരാൻ ലഖവിയ്യുൻ, കഴിവുള്ളവനാണ്. അമീൻ, വിശ്വസ്തരുമാണ്. വിലപിടിച്ച കുറെ മുത്തുകളും രത്നങ്ങളും അതിലുണ്ട്, നഷ്ടപ്പെട്ടു പോകൂല എന്ന് വിശ്വസിക്കാം. ഞാനതിന് കഴിവുള്ളവനാണ്. സുലൈമാൻ നബിയുടെ നാട്ടിൽ നിന്ന് സബയിലേക്ക് 1500 കിലോമീറ്റർ ദൂരമുണ്ട് ഏകദേശം. അപ്പൊ 1500 അങ്ങോട്ടും 1500 ഇങ്ങോട്ടും 3000 കിലോമീറ്റർ. ഇഫ്രീത്തിന് 3000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആവശ്യമായ ടൈമാണ് അപ്പറഞ്ഞ ഉച്ചവരെ. ഇഫ്രീത്ത് രാവിലെ പുറപ്പെട്ടാൽ 3000 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഒരു ആവറേജ് ഒരു 3 മണിക്കൂർ. 1 മണിക്കൂർ കൊണ്ട് 1000 സ്പീഡിൽ പോകാൻ പോകുന്നർത്ഥം. അപ്പോൾ അബൂദയുടെ കഴിവാണോ? അല്ല, അതാണ് അവന്റെ കഴിവ്. അതാണ്. എന്താണ് വേറെ കുറെ ജിന്നുകൾ എന്താ പറയാത്തത്? അവർക്ക് അത്ര സ്പീഡില്ല. ഇവനുള്ള അത്ര സ്പീഡ് മറ്റു ജിന്നുകൾക്കില്ല. ഇവന്റെ സ്പീഡോ വഇന്നീ അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ്. അത് അഭൗതികമായ കഴിവല്ല. കാരണം അവൻ അത്രേ കഴിയുള്ളൂ. അതുകൊണ്ട് സുലൈമാൻ നബി അത് പറ്റൂല, അത് പോരാ, അതിന് മുമ്പ് സാധനം എത്തണം. ഉച്ചവരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. അഭൗതിക കഴിവാണെങ്കിലോ അവിടെ പോയി കൊണ്ടുവന്ന ആവശ്യമൊന്നുമില്ല, അവിടെ എത്തട്ടാൻ അവിടെ സാധനം ഇവിടെ എത്തും. അതാണ് അല്ലാഹു തആലയുടെ കഴിവ്. അല്ലാഹു തആലയുടെ കഴിവ് കാരണങ്ങൾക്കപ്പുറത്താണ്. ഇഫ്രീത്തിന്റെ കഴിവ് കാരണങ്ങളുടെ ഉള്ളിലാണ്. ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഒരുപാട് മനുഷ്യന്മാരുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇത് പഠിയണമല്ലോ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാലും ബാക്കിയുള്ള എല്ലാവർക്കും ഇത് മനസ്സിലാകാൻ വേണ്ടി ഒന്നുകൂടി വിശദീകരിക്കാനോട് ക്ഷമിക്കാം. അതായത് ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നു, ഒരു കാരണത്തിന്റെ സ്ഥാനത്ത് ഒന്നുകിൽ നടന്ന് കോഴിക്കോടെത്തും, അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ കയറി അവിടെ എത്തും, അതല്ലെങ്കിൽ ഒരു നല്ല വാഹനം എടുത്ത് അവിടെ പോകും. അതിനനുസരിച്ച് സമയ വ്യത്യാസം ഉണ്ടാകും. നടന്ന് പോയി എത്തുന്നത് പോലെയല്ല ബസ്സിൽ പോയി എത്തുക. അതിനേക്കാൾ വേഗത്തിൽ സ്വന്തം വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിലോ ട്രെയിനിന് പോവുകയാണെങ്കിൽ എത്തിയേക്കാം. അതാണ് നമ്മുടെ കാരണങ്ങൾ. ജിന്നുകൾ സഞ്ചരിക്കുന്നു ഭൂമിയിൽ പലയിടത്തും. എങ്ങനെ സഞ്ചരിക്കുന്നു? അവർക്ക് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥ, കാരണം എന്താണോ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അവർ സഞ്ചരിക്കുന്നു. ആ സഞ്ചാരം ചില ജിന്നുകൾക്ക് മനുഷ്യരെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. ചില മനുഷ്യർക്ക് മറ്റു ചില മനുഷ്യരെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും. അതാണ് ഓട്ടോമത്സരം PT ഉഷ പോകും, നമ്മളാരും പോകില്ല. എന്താ കാരണം? ഓളും മനുഷ്യൻ നമ്മളും മനുഷ്യന് എന്താ ഒന്നല്ല വെച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. അതിന് ഓരോരുത്തർക്കും ഓരോരോ കഴിവുകളുണ്ട്. എന്നതുപോലെ ഇഫ്രീത്തിന് മറ്റു ജിന്നയ്ക്ക് ഇല്ലാത്ത കഴിവ് അതെന്താ? കുറച്ചുകൂടി സ്പീഡ് ഓവറാണ്. അപ്പൊ അവൻ പോയി ഞാൻ പോയിട്ട് ഉച്ചയാകുമ്പോഴേക്ക് എത്തിക്കാം, അത് പോരാ, അതിന് മുമ്പെത്തണം. അങ്ങനെയാണ് പിന്നീട് കിതാബ് കിതാബിൽ നിന്ന് ഇൽമുള്ള ഒരാൾ പറഞ്ഞു, കിതാബിൽ അറിവുള്ള ഒരാൾ പറഞ്ഞു, എങ്കിൽ കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അവിടെ എന്തു പറഞ്ഞില്ല? ഞാനതിന് കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞില്ല. ഇഫ്രീത്ത് പറഞ്ഞതുപോലെ വഇന്നീ അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. കണ്ണു ചെമ്മി തുറക്കും മുമ്പ് ഇവിടെ എത്തിക്കാം. പിന്നെ എങ്ങനെ? അത് അഭൗതികമായിട്ടാണ്. അത് അഭൗതികമായിട്ടാണ്. ആ അഭൗതികമായി കൊണ്ടുവന്നത് ആ പറഞ്ഞ ആളുടെ കഴിവല്ല. പറഞ്ഞ ആൾ ആരാ? ഒന്നുകിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് ഒന്നുകിൽ. ഇഫ്രീത്തിനോട് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു, ഇഫ്രീത്ത് ഇങ്ങോട്ട് പറഞ്ഞു ഉച്ചയാകുമ്പോഴേക്ക് എത്തിക്കാം. അപ്പൊ അങ്ങോട്ട് പറഞ്ഞു അല്ല, കണ്ണും ചെമ്മി തുറക്കുമ്പോൾ സാധനം ഇവിടെ എത്തും, നോക്കിക്കോ. അതാണ് കൂടുതൽ ശരീഅത്ത് തഫ്സീർ റാസിയിലൊക്കെ ബലപ്പെടുത്തുന്ന അല്ലാഹു അഅലം. അദ്ദേഹം പറഞ്ഞു വഹാദൽ ഖൗലു അഖറബു ലിവുജൂഹിൻ, സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇപ്പറഞ്ഞത് എന്നതാണ് കൂടുതൽ ശരി. കാരണം ഒരു നബി ജീവിച്ചിരിപ്പുള്ള സമയത്ത് കിതാബിൽ ഇൽമുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം ആ നബി തന്നെയാണ്. ബാക്കി എല്ലാവരുടെ അറിവും ആ നബിയിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കുമല്ലോ. അതുകൊണ്ട് സ്വതന്ത്രമായി നിരുപാധികമായി കിതാബിൽ അറിവുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഉദ്ദേശം സുലൈമാൻ നബി തന്നെ.
അതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും സുലൈമാൻ നബി തന്നെയാണ് ഈ പറഞ്ഞത്. ഇനി രണ്ടാമത് അഭിപ്രായമുള്ളത് ആസഫ് ഇബ്നു ബർഖിയ എന്ന് പറയുന്ന വസീർ സുലൈമാൻ നബിയുടെ മന്ത്രിയായ ഒരാളാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹമാണെങ്കിൽ എങ്ങനെ? അദ്ദേഹമാണ് അദ്ദേഹത്തിന് ഇസ്മുൽ അഅ്ലം അറിയാമായിരുന്നു. അത് പ്രകാരം ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കാറുണ്ട്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ ഇബ്നു കസീറിൽ ഈ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ ആസിഫ് ഇബ്നു ബർഖിയ നടത്തിയ ദുആ അടക്കം അദ്ദേഹം എടുത്തു കൊടുക്കുന്നു. ആസിഫ് ഇബ്നു ബർഖിയ വുളൂ ചെയ്തുവെന്നും 2 റക്അത്ത് നിസ്കരിച്ചുവെന്നും എന്നിട്ട് ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ദുആ ചെയ്തുവെന്നും ആ പ്രാർത്ഥന അടക്കം അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആസഫ് ആണെങ്കിൽ ദുആക്ക് ഉത്തരമായിട്ട് അത് അവിടെ എത്തി എന്നേ ഉള്ളൂ. അദ്ദേഹം പോയി കൊണ്ടുവന്നതല്ല, അദ്ദേഹത്തിന് കഴിവുമല്ല. അതുകൊണ്ട് അവിടെ ഇന്നി അലൈക ഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. എന്നാൽ ജിന്ന് പറഞ്ഞപ്പോഴോ ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ജിന്ന് കഴിയുന്നത് ഉച്ചയാവുമ്പോഴേക്ക് എത്തിക്കാൻ അത് അവന്റെ കഴിവ്, അതാണ് കാര്യകാരണ ബന്ധം, അതാണ് ഭൗതികം. എന്നാൽ സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസഫ് ആണെങ്കിൽ കറാമത്ത്, ദുആക്കുള്ള ഉത്തരം, അത് രണ്ടാണെങ്കിലും അവരുടെ കഴിവല്ല. അല്ലാഹു തആല അത് വെളിവാക്കുന്നു. അതുകൊണ്ടാണ് അത് മുമ്പിൽ എത്തിയപ്പോൾ സുലൈമാൻ നബിയുടെ പ്രതികരണം എന്താ? അത് തൊട്ടു മുമ്പിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖാല ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി, അഅശ്കുറു അം അക്ഫുർ, എന്നെ ഞാൻ ശുക്ർ കാണിക്കുമോ, ഞാൻ നന്ദി കാണിക്കുമോ, നന്ദിയോട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി റബ്ബ് തന്ന ഒരു ഫദ്ലാണ്, ഔദാര്യമാണിത് എന്ന മറുപടിയും അത് ഉപോത്ബലമാകുന്നു. ഏതായിരുന്നാലും അവിടെ അഭൗതികമായ കാര്യം തേടിയിട്ടില്ല. അഭൗതികമായ വഴിയിൽ ഒരു ഇഫീത്ത് അവിടെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അഭൗതികമായ വഴിയിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ, അവരുടെ സൃഷ്ടികളിൽ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞത്. ആ ഇബാദത്താണ് അഖ്സാവയത്തിൽ ഖുദൂഉ വതദല്ലുൽ, അങ്ങേയറ്റത്തെ താഴ്മയും വിനയവുമാണ് ഇബാദത്ത് എന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു, തഫ്സീർ ബൈലാവിൽ ആ വാചകം പറഞ്ഞെടുത്ത് മഅഇതിഖാദുൽ ഉലൂഹിയ്യ എന്ന് തഫ്സീർ ബൈലാവിൽ ഇല്ല എന്ന് ഞാൻ വീണ്ടും ഉറച്ചു വിശ്വസിക്കുന്നു. സുഹൃത്ത് അത് പിന്നെ പറഞ്ഞു കണ്ടതുമില്ല. ഒരു പക്ഷേ സുഹൃത്തിന് ആരെങ്കിലും എഴുതി കൊടുത്തപ്പോൾ അതിൽ ആ വാചകം കൂടി അധികം എഴുതി കൊടുത്തതായിരിക്കാം എന്നാണ് എൻ്റെ ന്യായമായ സംശയം. തഫ്സീർ ബൈലാവിൽ കണ്ടതും വായിച്ചതും ഉള്ള ഓർമ്മപ്രകാരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അബദ്ധമാണെങ്കിൽ അത് നിർവാഹമില്ല. എൻ്റെ ഓർമ്മപ്രകാരം തഫ്സീർ ബൈലാവിൽ അവിടെ മഅഇതിഖാദുൽ ഉലൂഹിയ്യ എന്ന വാചകമില്ല. അത് ഒന്നുകൂടെ ഇൻഷാ അല്ലാഹ് സുഹൃത്ത് ഉറപ്പുവരുത്തുക, ഞാനും ഇൻഷാ അല്ലാഹ് ഉറപ്പുവരുത്താം എന്നുകൂടി സൂചിപ്പിക്കുന്നു. നിങ്ങൾ പറഞ്ഞ തഫ്സീർ ബൈദാവിയിൽ ഇല്ല എന്നാണ്. മുജാഹിദിന്റെ ആധികാരികമായ പണ്ഡിതന്മാരാണ് സ്റ്റേജിൽ, നിങ്ങൾ വാദിക്കുന്ന ആധികാരികമായ പണ്ഡിതന്മാരാണ് സ്റ്റേജിൽ ഇരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അവരിൽ ഏതെങ്കിലും ഒരാളോട് അല്ലെങ്കിൽ മുജാഹിദീങ്ങളുടെ ഗ്രന്ഥാലയം ഇവിടെ തലശ്ശേരിയിൽ തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവരാം, ഞാൻ ഇവിടെ നാളെ സുബ്ഹ് ബാങ്ക് കൊടുക്കുന്നവരെ നിങ്ങൾ അത് തെളിയിക്കുമെന്ന് പറഞ്ഞായിരിക്കും. ഇല്ലെങ്കിൽ അത് നിങ്ങൾ കളവ് പറയുന്നതാണെന്നാണ് ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കും. ശരി, ബാക്കി ചോദിക്കും. കഴിഞ്ഞോ? ഞാൻ പറഞ്ഞു നിങ്ങളും പരിശോധിക്കുക, ഞാനും പരിശോധിക്കാന്ന് പറഞ്ഞത്. നിങ്ങളും ഉറപ്പുവരുത്തുക. ഞാൻ ഇത് ദീനല്ലേ, ഇത് മതത്തിന്റെ വിഷയമല്ലേ, ഇത് അങ്ങനെ പറഞ്ഞ് ജയിക്കാൻ കൊടുക്കാനില്ലല്ലോ. അപ്പം നിങ്ങളൊന്നും ഉറപ്പുവരുത്തുക, ഞാനും ഉറപ്പുവരുത്താം എന്നാ പറഞ്ഞു. വായിച്ചിടത്തോളം ഓർമ്മ വരും. ഞങ്ങളാരും ആധികാരിക പണ്ഡിതന്മാരൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത് നേരത്തെ CPC പറയുകയും ചെയ്തു. ഇവിടെ എല്ലാ വിഷയവും എന്ത് ചോദിച്ചാലും പറയാൻ കഴിയുമെന്നൊരു നാട്ടിൽ ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങൾ അത്ര വലിയ ആലിമീകളുമല്ല, അങ്ങനത്തെ ഒരു ധാരണ വന്നവരുമല്ല. അത് ഞങ്ങൾ ഇവിടെ തിരുത്തുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു സുലൈമാൻ അലൈഹിസ്സലാം ആണ് ആ പറഞ്ഞ ആള്. കാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, കിതാബിൽ നൽകപ്പെട്ട ഒരു വ്യക്തി അത് സുലൈമാൻ നബിയാണ് എന്ന് പറഞ്ഞു. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക, വല്ലദീ അലൈഹി ജുംഹൂർ, ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അന്നഹു ആസഫുൻ ബർഖിയ എന്ന് തന്നെയാണ്. എന്നിട്ട് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ലാസ്റ്റ് പറയുകയാണ്, വഖദ് അൻകറ കറാമാത്തുൽ ഔലിയായി മൻ ഖാല ഇന്നല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി ഹുവ സുലൈമാനു, കിതാബ് നൽകപ്പെട്ട വ്യക്തി അത് സുലൈമാൻ നബി തന്നെയാണ് എന്നല്ലാണ്ട് ആസഫ് അല്ല എന്ന് പറയുന്ന ആള് വഖദ് അൻകറ കറാമാത്തുൽ ഔലിയായി, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കറാമത്ത് നിഷേധികൾ മാത്രമേ അങ്ങനെ പറയുകയുള്ളൂ എന്ന് ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ആസിഫിന് ബർഖിയ തന്നെയാണ് എന്ന് ഇമാം ജുംഹൂർ എന്ന് റാസി ഇമാമും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ആസിഫിന് ബർഖിയ എന്ന് വെക്കുന്നതിന് എന്താണ് ഇവിടെ പ്രശ്നമുള്ളത്?
ആസഫാണെന്ന അഭിപ്രായം ഞാനും പറഞ്ഞു. കറാമത്ത് നിഷേധികൾ പറഞ്ഞിട്ട് ശരി, അതാരും അത് മുഅ്തസിലിയാക്കളാണ്. മുഅ്തസിലിയാക്കൾ കറാമത്ത് നിഷേധിച്ചു. ആ മുഅ്തസിലിയാക്കളെ കുറിച്ച് പറയുമ്പോഴാണ് പിന്നെ ഖുർത്തുബി അവിടെ പറഞ്ഞത് കറാമത്ത് നിഷേധികൾ അവരാണ്. ഞാനിവിടെ പറഞ്ഞ എന്താ, സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസഫാണെങ്കിൽ കറാമത്ത് എന്ന് പറഞ്ഞത്. സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസഫാണെങ്കിൽ കറാമത്ത്. ഞാൻ പറഞ്ഞ രണ്ടഭിപ്രായമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി ഞാൻ രണ്ടഭിപ്രായമുണ്ട്. എന്നാൽ ഇമാം റാസി പറയുന്നു വഹാദൽ ഖൗലു അഖ്റബു ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ സുലൈമാൻ നബി തന്നെയാണ് കൊണ്ടുവന്നത് എന്ന വാദമാണ് കൂടുതൽ ശരിയായത്. അതാണ് ബൽ ഹുവ സുലൈമാനു നഫ്സുഹു. ഒരുപാട് അഭിപ്രായം ഇത് മാത്രമൊന്നുമല്ല, വേറെ കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു. ജിബ്രീലാണെന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, അതേപോലെ മീകായിലാണ് അഭിപ്രായം പറഞ്ഞവരുണ്ട്, ഖിദർ നബിയാണ് എന്ന് വരെ പറഞ്ഞ മനുഷ്യന്മാരുണ്ട്. ഇപ്പം നിർവാഹമൊന്നുമില്ല, അഭിപ്രായങ്ങൾ പലതുമുണ്ട്. അവിടെ അല്ലാമ റാസി റഹിമഹുല്ല പറയുന്നു ബൽ ഹുവ സുലൈമാനു നഫ്സുഹു, സുലൈമാൻ നബി തന്നെയാണെന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. വഹാദൽ ഖൗലു, ഈ അഭിപ്രായം അഖ്റബു, അതാണ് കൂടുതൽ ശരിയോട് അടുത്തത്, ലിവുജൂഹിൻ, പല കാരണങ്ങളാൽ എന്ന് പറഞ്ഞ അദ്ദേഹം 5 or 6 കാരണങ്ങൾ അത് അദ്ദേഹം നിരത്തി വെക്കുന്നു. അപ്പൊ സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്താണ്. ഇനി ആസഫാണ് ഈ കറാമത്താണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, കറാമത്ത് നിഷേധിക്കാനേ പാടില്ല. കറാമത്ത് നിഷേധിച്ചവന് ഇസ്ലാമിൽ സ്ഥാനം ഉണ്ടാവില്ല. കറാമത്ത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ്. അപ്പൊ കറാമത്ത് നിഷേധിക്കുന്നവർ ഇത് ആസഫല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് ശരിയാണ്, അത് മുഅ്തസിലിയാക്കളാണ്. ഓർക്ക് കറാമത്തില്ല എന്ന അഭിപ്രായമാണ്. എന്നാൽ മുഅ്തസിലിയാക്കൾ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ കറാമത്ത് ഉണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും കറാമത്ത് നിഷേധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത്, പിന്നെ സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്ത്, ആസഫാണെങ്കിൽ കറാമത്ത്, രണ്ടാണെങ്കിലും അവരെ കഴിവല്ല. മുഅ്ജിസത്താവട്ടെ കറാമത്താവട്ടെ അത് അവരുടെ കഴിവല്ല. അവർക്ക് യഥേഷ്ടം നൽകിയ, നമ്മൾ കാണുന്ന പോലെ, കേൾക്കുന്ന പോലെ, പ്രവർത്തിക്കുന്ന പോലെ ആ നിലയ്ക്ക് കൊടുത്ത ഒരു കഴിവേ അല്ല എന്നതാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ പറയാൻ നമുക്ക് ന്യായവുമില്ല. അതുകൊണ്ട് കറാമത്ത് നിഷേധിക്കാൻ ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റു പലതും ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മുഅ്ജിസത്ത് നിഷേധിച്ച മനുഷ്യന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട്. മുഅ്ജിസത്തിനെ നിഷേധിച്ചത് ഖുർആൻ ആയത്തിട്ട് മുഅ്ജിസത്ത് ഉണ്ടാവൂല, അമ്പിയാക്കന്മാർക്ക് അങ്ങനെ സവിശേഷമായി ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അതിന് നമുക്ക് നിർവാഹമില്ല, നമുക്ക് ഒന്നിച്ചു നേർക്കാം. കറാമത്ത് സത്യമാണ്, മുഅ്ജിസത്ത് സത്യമാണ്. പക്ഷേ ആ കറാമത്ത് മുഅ്ജിസത്ത് അവർക്ക് ഇങ്ങനെ യഥേഷ്ടം കാണിക്കാനും എപ്പോഴും കാണിക്കാനും എപ്പോൾ വിളിച്ചാലും വായ്പൂടാതെ ഉത്തരം ചെയ്യാനും ലോകത്ത് എവിടുന്ന് വിളിച്ചാലും ഭാഷകൾക്ക് അതീതമായി കേൾക്കാനും വരാനും ഒക്കെയുള്ള ഒരു സ്വതന്ത്രമായ കഴിവായി നൽകപ്പെട്ട ഒന്നല്ല എന്നാണ് സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ആസഫ് ആണെങ്കിൽ, ഞാൻ പ്രത്യേകം തഫ്സീർ ഇബ്നു കസീറിൽ ആസഫുൽ ബർഖിയ നിർവഹിച്ച ദുആ അടക്കം അദ്ദേഹം എടുത്തു കൊടുത്തിട്ടുണ്ട്. ഉദു ചെയ്ത് 2 നിസ്കരിച്ച് ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുആ വരെ തഫ്സീർ ഇബ്നു കസീറിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആസഫ് ആണെങ്കിൽ അദ്ദേഹം ഉദു ചെയ്ത് നിസ്കരിച്ചു പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ആ പ്രാർത്ഥനയുടെ ഫലമായി, ആ ദുആക്ക് ഉത്തരമായി ആ സിംഹാസനം അവിടെ എത്തുന്നു. സുലൈമാൻ നബി ആണെങ്കിൽ മുഅ്ജിസത്താണ്. രണ്ടാണെങ്കിലും മുന്നിൽ കണ്ടപ്പോൾ സുലൈമാൻ നബി പറഞ്ഞ വാക്കെന്താ, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദി കാണിക്കുമോ അതല്ല നന്ദിയോട് കാണിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള ഫൗലാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഇഫ്രീത്തിനെ കണ്ടോ എന്റെ കഴിവ് ഉച്ചയാകുമ്പോഴേക്കല്ല എന്റെ കഴിവുണ്ടോ എന്നല്ല പറഞ്ഞത്. ശരിക്കും അതാണോ പറയേണ്ടത്. ഇഫ്രീത്ത് പറഞ്ഞു ഞാൻ ഉച്ചയാകുമ്പോഴേക്ക് കൊണ്ടുവരാം, താങ്കൾ എണീക്ക് മുമ്പ് കൊണ്ടുവരാം. എങ്ങനെ? കവിയും, ഞാൻ കഴിവുള്ളവനാണ്. കണ്ണിൽ ചെമ്മി തുറക്ക് മുമ്പ് എത്തിയപ്പോ സുലൈമാൻ നബി എന്ത് പറയാൻ, കണ്ടോ ഇഫ്രീത്ത്, ഇതുണ്ടോ എന്റെ കഴിവ്, എന്റെ കഴിവിനൊക്കെ എത്ര അപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അവിടെ ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു അഅലം. ഏതായാലും നിങ്ങൾ ഇതിന് മറുപടി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞത്, നേരത്തെ അവൻ ചോദിച്ചപ്പോൾ മറുപടി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു അത്ഭുതം ഉണ്ടായിട്ടില്ല, വെറും സാധാരണ സംഭവം മാത്രമാണ്. അപ്പം നിങ്ങൾ കറാമത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞതിലേക്ക് എത്തിയിലേക്കൊരു സന്തോഷമുണ്ട്. പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല. ഒരു അത്ഭുതം ഇവിടെ അഭൗതികമായ തേട്ടം ഉണ്ടായിട്ടില്ല എന്നാ പറഞ്ഞത്. അഭൗതികമായി തേടിയിട്ടില്ല, അഭൗതികമായി ജിന്ന് പ്രവർത്തിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഇപ്പോഴും പറയുന്നു. നിങ്ങൾ ഒന്നുകിൽ പൂർണ്ണമായി കേട്ട് ഉള്ളതുപോലെ പറയാം, അല്ലെങ്കിൽ ഈ കണ്ട മനുഷ്യന്മാർ നിങ്ങളെ കുറിച്ച് തെറ്റായി ധാരണ വെക്കും. അത് നല്ലതല്ലല്ലോ. ശരി, ഇനി പറഞ്ഞോളി. അല്ല, ആസിഫിന് ബർഖിയാനോട് വഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അപ്പം എന്ന് വെക്കുമ്പോൾ എന്തായിപ്പോ നേരത്തെ അയ്യുക്കും യതീനി ബിഅർശിഹ, ആരുണ്ട് അർശ് കൊണ്ടുവരാൻ കഴിവുള്ള ആള്. അപ്പൊ ഏറ്റവും ശക്തനായ ഇഫ്രീത്ത് പറയുന്നു ഞാൻ കൊണ്ടുവരാൻ 4 മണിക്കൂറിനുള്ളിൽ എന്ന് പറഞ്ഞപ്പോൾ അതില്ല, അതിനേക്കാൾ വേഗതയിൽ കൊണ്ടുവരാനുള്ള കഴിവുള്ള ഒരാൾ അനുയായി എന്റെ സദസ്സിലുണ്ട്
അത് ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിവ് കിട്ടി? അദ്ദേഹം പഠിച്ച് ഇബാദത്ത് ചെയ്തിട്ട് വളർന്ന് മഹാനായതുകൊണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ്. ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, കിതാബ് നൽകപ്പെട്ട ഒരു വ്യക്തി പറയുന്നു, എനിക്കത് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം, അത് കറാമത്താണെന്ന് നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ സുലൈമാൻ നബി ഇപ്പൊ എന്ത് ചെയ്തു? ആ സഹായ അഭ്യർത്ഥന കറാമത്തുള്ള ഒരാളോട്, അഭൗതികമായ കാരണങ്ങളോട്, അഭൗതികമായ ഒരു കഴിവുള്ള ഒരാളോട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം സഹായം ചോദിച്ചു എന്നായി ഇപ്പോൾ ഇവിടെ. എന്നായി നിങ്ങളെ വ്യാഖ്യാനം. ഞാൻ ഇത്രയും പിന്നെ എന്താ കഴിവല്ല എന്നുള്ളത്, ഇത്രയും സമയം ആവർത്തിച്ച് പറഞ്ഞ കഴിവല്ല കഴിവല്ല കഴിവല്ല, അതല്ലേ പറഞ്ഞത്. ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന ഒരാൾ അദ്ദേഹത്തിന് സദസ്സിലുണ്ട്. അദ്ദേഹം ദുആ ചെയ്ത് ഉത്തരം കിട്ടി. നമുക്ക് എല്ലാവർക്കും ദുആ ചെയ്യാൻ പറയാം പരസ്പരം. എനിക്ക് നിങ്ങളോടും പറയാം, എനിക്ക് താങ്കളോടും പറയാം, താങ്കൾക്ക് എന്നോടും പറയാം ദുആ ചെയ്യാൻ. ആരെ ദുആക്ക് അല്ലാഹു സ്വീകരിക്കുക, ആരുടെ ഉത്തരം കിട്ടാൻ നമുക്കറിയില്ലല്ലോ. അപ്പൊ സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുന്നിലുള്ള ജിന്ന് പറഞ്ഞ എന്താ? ഞാൻ കൊണ്ടുവരാം. എങ്ങനെ? ദുആ ചെയ്തിട്ടല്ല, ദുആക്ക് ഉത്തരമായിട്ടല്ല, പിന്നെ വഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാനതിന് കഴിവുള്ളവനാണ്. അതാണ് ഭൗതികം എന്ന് പറഞ്ഞത്. അതാണ് കാര്യകാരണ ബന്ധം, അതാണ് ദൃശ്യമാർഗം, അതാണ് സാധാരണ മാർഗം, അതാണ് തെളിഞ്ഞ മാർഗം. ഈ ഭാഗം സുലൈമാൻ നബി സമ്മതിച്ചു വിചാരിക്കാം. നമ്മൾ പൊതുവെ സങ്കല്പിച്ചു നോക്കാം. സുലൈമാൻ നബി സമ്മതിച്ചു, ശരി ഉച്ചയാകുമ്പോഴേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവുക? ഇഫ്രീത്ത് ഒന്നുകിൽ ഷാമിലേക്ക് പോയി അവിടുന്ന് സിംഹാസനം പൊക്കിയെടുത്ത് തിരിച്ച് അവിടെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ എന്താ അബോധ കഴിവുണ്ടായോ? ഇല്ല. ഇനി അത് മാത്രമല്ല, സുലൈമാൻ നബിക്ക് വേണ്ടി കെട്ടിടമുണ്ടാക്കുന്ന ജിന്നുകളുടെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സുലൈമാൻ നബിക്ക് വേണ്ടി കെട്ടിടമുണ്ടാക്കി കൊടുക്കുന്ന ജിന്നുകളുണ്ട്. അപ്പൊ നമ്മൾ മനുഷ്യന്മാരെ കൊണ്ട് കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 1 വർഷം പിടിക്കും, ജിന്നുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ 1 മാസമോ ഒരാഴ്ചയോ മതിയാവും. കടലിൽ പോയി മുത്ത് വാരുന്നവരുണ്ട്, ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അബോധിക കഴിവുണ്ട് കാണും? അല്ലല്ലോ. അവർ കടലിൽ പോയി എല്ലാ ജിന്നും കടലിൽ പോയി മുങ്ങോ? ഇല്ല. മുങ്ങാൻ പറ്റുമോ? മുങ്ങും. അല്ലാത്ത മുങ്ങാൻ ചാവും, അത്രേ ഉള്ളൂ. എന്നാൽ അത് പോരാ, അതിനെ മുമ്പെത്തണം. അവിടെയാണ് ആസഫ് അല്ലെങ്കിൽ സുലൈമാൻ നബി. സുലൈമാൻ നബി തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ വകല്ല, ഞാൻ തഫ്സീർ റാസിയിലാണ് പറഞ്ഞത്, എൻ്റെ വക ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. തഫ്സീർ റാസിയിലാണ് ബൽഹുവ സുലൈമാൻ നഫ്സുഹു വഹാദൽ ഖൗലു അഖറബു ലിവുജൂഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് കൂടുതൽ ശരിയോട് അടുത്തത് എന്ന് റാസിയുടെ വാചകമാണ്, എൻ്റെ വാചകമല്ല. അപ്പൊ രണ്ടാവട്ടെ, സുലൈമാൻ നബി ആണെങ്കിലും മുജിയത്ത്, ആസഫ് ആണെങ്കിലും കറാമത്ത്. ഇനി സുലൈമാൻ നബി ആണെന്ന് വിചാരിക്കാം. അപ്പൊ സുലൈമാൻ നബിയോട് തന്നെ സഹായം തേടി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. സുലൈമാൻ നബി ആണ് എന്ന റാസിയുടെ അഭിപ്രായം സ്വീകരിച്ചാൽ അപ്പൊ സുലൈമാൻ നബി സ്വന്തത്തോട് തന്നെ ഇസ്തിഗാസ ചെയ്തു. അപ്പൊ അവരാണ് സ്വന്തം ഇസ്തിഗാസ ചെയ്യാം എന്ന് പറയേണ്ടി വരൂലേ. ഇനി ആസഫ് ആണെങ്കിലോ, അദ്ദേഹം wudu ചെയ്തു, 2 റക്അത്ത് നിസ്കരിച്ചു, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നു, ദുആ ചെയ്തു. ആ ദുആ അടക്കം തഫ്സീർ ഇബ്നു കസീർ കൊടുക്കുന്നു ഞാൻ പറഞ്ഞു. ആ ദുആയുടെ ഉത്തരമായി സാധനം എത്തി. നമുക്ക് ഒരാൾ ദുആ ചെയ്യാൻ പറയാം, വിരോധമൊന്നുമില്ല. നമുക്ക് ഒരാൾ ദുആ ചെയ്യാൻ വേണ്ടി പറയാം, ആർക്ക് വേണ്ടി ദുആ ചെയ്യാം, അത് വിരോധമില്ല. അതേപോലെ കറാമത്തും മുഅ്ജിസത്തും രണ്ടാണെങ്കിലും അത് കഴിവല്ല. അതുകൊണ്ടാണ് ഇഫ്രീത്ത് പറഞ്ഞപ്പോൾ വഇന്നി അലൈഹി ലഖവിയ്യുൻ, ഞാൻ കഴിവുള്ളവരാണ് എന്ന് പറഞ്ഞു. എന്നാൽ ആസഫോ സുലൈമാൻ നബിയോ ആണ് ചെയ്തതെങ്കിൽ അവിടെ എന്ത് പറഞ്ഞില്ല? ഞാൻ കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇത് റബ്ബിന്റെ ഔദാര്യമാണ് എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ഇഫ്രീത്തോട് പറയുന്നത്, കണ്ടോ നിന്റെ കഴിവ് അത്രയേ ഉള്ളൂ, എന്നാ കണ്ടോ എന്റെ കീഴിൽ ആസഫിന് വരെ ഇത്ര കഴിവുണ്ട്, അപ്പൊ എനിക്ക് എത്ര ഉണ്ടാവും എന്നല്ലേ പറയാം. അത് പറഞ്ഞിട്ടില്ല. അതാണ് വ്യത്യാസം. അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, മുഅ്ജിസത്തും കറാമത്തും അഭൗതിക മാർഗത്തിലാണ്. പക്ഷേ അത് ആരിലൂടെ പ്രകടമാകുന്നുവോ അവരുടെ കഴിവേ അല്ല. അവരുടെ കയ്യാൽ അള്ളാഹു വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ കയ്യാൽ അള്ളാഹു വെളിപ്പെടുത്തുന്നു, അവർക്കതിൽ ഒരു പങ്കുമില്ല. അവരല്ല, അവരുടെ കയ്യാൽ അള്ളാഹു വെളിപ്പെടുത്തി എന്നേ ഉള്ളൂ. അല്ല, അവർക്കതിൽ കഴിവല്ല. ഒരു കഴിവായി കൊണ്ടിറക്കുന്നതിൽ നേരത്തെ മാലിക് സലഫി പറഞ്ഞല്ലോ, മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വടിയുമായി ബന്ധപ്പെട്ട പരാമർശം. കടലിന് മുന്നിൽ പോയി കുടുങ്ങിയപ്പോ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, മൂസ നാം പിടിക്കപ്പെട്ടവർ തന്നെ. അവ പറഞ്ഞു, അല്ല, കല്ല ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ ഒരു മാർഗം കാണിച്ചു തരും. എന്റെ കയ്യിൽ വടിയുണ്ട്, ഞാൻ വടി കൊണ്ട് അടിക്കും എന്നല്ല പറഞ്ഞത്. എന്റെ കൂടെ റബ്ബുണ്ട്, റബ്ബെനിക്ക് വഴി കാണിച്ചു തരും. അപ്പോഴാണ് അള്ളാഹ് ഇടപെട്ടത്, ഇദ്രിബ് അസ്വാക്കൽ ബഹർ, ആ വടി കൊണ്ട് കടലിലടിച്ചോ. അടിച്ചു, അത് 2 വഴിയായി അവിടെ 2 ഭാഗത്തേക്ക് മാറി നിന്ന് ഉണങ്ങിയ വഴി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് ആ രംഗത്താണ് എന്നാണ് സൂചിപ്പിച്ചത്. ശരി. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ആസിഫിനെ ബർഹിയ കൊണ്ടുവരാമെന്ന്
അനാദിക ബിഹി ഖബ്ലൻ യർതദ്ദയിലേക്ക് തുറക്കുക. നിങ്ങൾ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാന്ന് പറയണമെങ്കിൽ ആദ്യം ദുആ ചെയ്തിട്ട് അപ്പൊ അള്ളാഹ് ഓർഡർ കൊടുത്തവർക്ക് ഞാൻ നിങ്ങൾക്ക് ഉള്ള കഴിവുണ്ടാവുന്നു എന്തെന്നായി പറയുന്നില്ല. കഴിവുണ്ടാവുന്ന ഒപ്പം കൊടുത്തിട്ടില്ല. വാക്ക് പറഞ്ഞത് അതാണ് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാൻ നിനക്ക് കൊണ്ടുവരാന്ന് പറയണമെങ്കിൽ ആ കഴിവ് സ്വയം ഉണ്ടാവണ്ടേ? ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാലേ പറയാൻ പറ്റൂ. വേണ്ട. അവിടെയാണ് ഇബ്നു കസീർ പറഞ്ഞത് കാന യഅലമു ഇസ്മല്ലാഹിൽ അഅലം ഇലാ ദുഇയ ബിഹി ഉജീബ. അദ്ദേഹത്തിന് ഇസ്മുൽ അഅലം അറിയാം. ആ ഇസ്മുൽ അഅലം പ്രകാരം ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അതാണ് ആസഫിന്റെ പ്രത്യേകത. മറ്റാർക്കുമില്ലാത്ത ആസഫിന് മാത്രമുള്ള സവിശേഷത തഫ്സീർ ഇബ്നു കസീറിലും മറ്റു തഫ്സീറിലുമുണ്ട്. അവിടേക്ക് രേഖപ്പെടുത്തിയതാണ് കാന യഅലമു ഇസ്മല്ലാഹിൽ അഅലം ഇലാ ദുഇയ ബിഹി ഉജീബ എന്നാണ് പറഞ്ഞത്. അതാണ് അവിടെയുള്ള പ്രത്യേകത. അപ്പൊ അദ്ദേഹം ദുആ ചെയ്താൽ സാധാരണ ഉത്തരം കിട്ടാറുണ്ട്. അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. ഇനി സുലൈമാൻ നബിയാണെയോ മുഴുജത്തും അങ്ങനെ തന്നെയാണ്. മുഴുജത്തും പിന്നെ സുലൈമാനക്ക് അങ്ങനെ വഹയും വിചാരിക്കാം. വഹയെ കിട്ടി അള്ളാഹു തആല അനുവാദം കൊടുത്തു, അത് പ്രകാരം ആയിരിക്കാം ഉണ്ടാവുക. ഏതായിരുന്നാലും അതൊരു കഴിവായി അവിടെ നിന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ തഫ്സീറുകൾ എവിടെയും വായിച്ചിടത്തോളം കണ്ടിട്ടുമില്ല. അല്ലാഹു അഅലം. ഇവിടെ കഴിവ് എങ്ങനെ ഉണ്ടാവുന്ന ഔലിയാക്കന്മാർക്ക് എന്നല്ല വിഷയം. അവര് ഔലിയാക്കന്മാർക്ക് കഴിവുണ്ടായി. ആസഫിന് ബർഖിയ പറഞ്ഞു. സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു ആർക്ക് കൊണ്ടുവരാൻ കഴിയും? ആസഫിന് ബർഖിയ പറയുന്നു എനിക്കത് കൊണ്ടുവരാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം, നിങ്ങൾ കണ്ണി തുറക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറയുന്നത്. ഒന്ന്, പിന്നെ നിങ്ങൾ പലപ്പോഴും നേരത്തെ വിശ്വാസകാരനും ഇവിടെ പറഞ്ഞു എന്താണ് ഔലിയാക്കന്മാർക്ക് കറാമത്ത് യഥേഷ്ടം അവർ വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന്. എന്നാൽ ഫതുൽ ബാരിയിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി നേരത്തെ ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് തന്നെ മുജാഹിദിന്റെ നേതാക്കന്മാർ ഉദ്ധരിച്ച മഹാനാണ്. ആ ഫതുൽ ബാരിയിൽ തന്നെ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നു വഫീഹി ഇസ്ബാതു കറാമത്തിൽ ഔലിയായി വഖൂൽ കറാമത്തിലഹും ബിഖ്തിയാരിഹിം വതലബിഹിം. ഔലിയാക്കന്മാർക്ക് അവർക്ക് യഥേഷ്ടം അവർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കറാമത്ത് ഉണ്ടാകും എന്നത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടു. ബുഖാരിയുടെ ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് വിശദീകരിക്കുന്ന ആ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഫതുൽ ബാരിയിൽ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്ന കറാമത്ത് അവർക്ക് യഥേഷ്ടം ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പൊ ഇത് തെറ്റാണെന്ന് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം തെറ്റാണെന്ന് അല്ല, തെറ്റല്ല, ശരിയാണ്, ശരിയാണത്. അവിടെ ബി ഇഖ്തിയാരിഹിം വബിതലബിഹിം, അവരുടെ ത്വലബും അവിടെ ഇഖ്തിയാറും പ്രകാരവും കറാമത്തുണ്ടാവും. ഒരു ഇഖ്തിയാർ തീരെ ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ ഓർക്ക് സ്വതന്ത്രമായുള്ള കഴിവാണോ? അതാണ് വിഷയം. ചിലപ്പോൾ ഔലിയാക്കന്മാർ ആഗ്രഹിക്കുമ്പോൾ അത് നടപ്പാക്കി കൊടുക്കും, ചിലപ്പോൾ ഔലിയാക്കന്മാർ ആഗ്രഹിക്കുമ്പോൾ അത് നടപ്പാക്കി കൊടുക്കൂല, ചിലപ്പോൾ ഔലിയാക്കന്മാർ ആഗ്രഹിക്കാതെ തന്നെ അള്ളാഹു നടപ്പാക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെ കറാമത്തുണ്ടാവാം. മുഴുവത്തും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് നടപ്പാക്കി കൊടുക്കും. അതാണ് ജുറൈജിന്റെ വിഷയം. അതാണ് എന്ത് കറാമത്ത് ഇസ്ബാത്തു കറാമത്തില്ല വയഖഉ ബിഖ്തിയാരിഹിം വതലബിഹിം. ത്വലബും അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉണ്ടാവാം, അത് ഉണ്ടാകാൻ വേണ്ടില്ല. അതല്ല ചർച്ച. അവർക്കുള്ള കഴിവാണോ അല്ലേ എന്നതാണ്. ചിലപ്പോൾ ഔലിയ പോലും അറിയില്ല കറാമത്ത് ഉണ്ടാവുന്നത്. കറാമത്ത് വന്ന് വീഴുമ്പോഴാ അദ്ദേഹത്തിന് അറിയാം. ഉദാഹരണമായി സ്വഹീഹ് ബുഖാരിയിൽ തന്നെ കാണുന്ന സംഭവം കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് 2 സ്വഹാബിമാർ വീട്ടിലേക്ക് മടങ്ങുന്നു. നല്ല ഇരുട്ടാണ്, കയ്യിൽ വെളിച്ചമില്ല. ഇരുട്ടത്തവർ പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ മുന്നിൽ പെട്ടെന്ന് ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. ഇതൊരു കറാമത്താണ്. ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ആ വെളിച്ചത്തിൽ 2 പേരും അങ്ങനെ നടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് ജംഗ്ഷൻ എത്തി. 2 പേർക്കും 2 വഴിക്ക് പിരിഞ്ഞു പോകണം. അവിടെ ആ വെളിച്ചം 2ആയി പിരിഞ്ഞു. 2ആളുടെയും കൂടെ പോയി. അവിടെ അവരെ ത്വലബുമില്ല, അവരെ ഇഖ്തിയാറുമില്ല. അവിടെ ത്വലബുമില്ല, അവിടെ ഇഖ്തിയാറുമില്ല. അവിടെ 2ആയി പിരിഞ്ഞു. 2ആളുടെയും കൂടെ ഓരോ വെളിച്ചങ്ങൾ പോയി. 2 പേരും വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ വെളിച്ചം അപ്രത്യക്ഷമായി. പക്ഷെ പിറ്റേന്ന് രാവിലെ അവരെ വീടിന് മുമ്പിൽ വലിയുല്ലാഹി എന്ന് പറഞ്ഞ ഒരു ബോർഡ് വന്നിട്ടില്ല. പരിശോധനാ സമയം എഴുതി വെച്ചിട്ടില്ല. പിറ്റേന്ന് പള്ളിക്ക് വരുമ്പോൾ നമ്മൾ ടോർച്ചൊന്നും എടുക്കണ്ട, നമ്മൾ കറാമത്തുള്ളതല്ലേ എന്ന് പറഞ്ഞ് ടോർച്ച് എടുക്കാതെ ലൈറ്റ് എടുക്കാതെ ഇരുട്ടത്തവർ വന്നിട്ടുമില്ല. അങ്ങനെ വരാൻ തെളിവുമല്ല. അപ്പൊ ചിലപ്പോൾ ഔലിയാക്കൾ അറിയാതെ തന്നെ കറാമത്ത് വരാം. ഇനി മറിയം ബീവിയുടെ മുമ്പിൽ സുഭിക്ഷമായ ഭക്ഷണം എത്തി. സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നേരെ കണ്ടു. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖ. സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ കടന്നു വരുമ്പോഴെല്ലാം അവിടെ ഭക്ഷണം കാണുന്നു. അപ്പോൾ സക്കരിയ നബി ചോദിക്കുന്നു അന്നാ ലക്കി ഹാദാ, ഇത് എവിടുന്നാണ്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്. അവർ പറയുന്നു അല്ലാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്.
അള്ളാഹു ഉദ്ദേശിക്കുന്നതിൽ കണക്കില്ലാതെ അവൻ നൽകും. അവിടെ മറിയം ബീവിയുടെ മുമ്പിൽ ഭക്ഷണം എത്തുന്നു. സക്കരിയ നബി ഈ കറാമത്ത് കാണുന്നു. കണ്ട സക്കരിയ നബി എന്താ ചെയ്തത്? സൂറത്ത് ആലി ഇംറാനിൽ കാണാം, ഹുനാലിക ദഅ സക്കരിയ റബ്ബ. കറാമത്ത് കണ്ട സക്കരിയ നബി അവിടെ വെച്ച് റബ്ബിനോട് ദുആ ചെയ്തു.